അവർക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തെല്ലാം ഞാൻ ഫൈറ്റ് ചെയ്യും. വേറൊരു കാര്യം ഞങ്ങളുടെ പറഞ്ഞേക്കാം, ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പ് അല്ലേ ബിഷപ്പാമ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞ. രേണു സുധിയുടെ നെടുനീളൻ നാക്കിന് കടിഞ്ഞാണിട്ടുകൊണ്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. കേരള ഹൈക്കോർട്ടിൽ ആധാരം റദ്ദ് ചെയ്യുവാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് വളരെ ഉചിതമായൊരു തീരുമാനം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇരന്നു വാങ്ങിച്ച പണിയെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അത്രമാത്രം അഹങ്കാരവും നിഗളവുമായിരുന്നു ആ സ്ത്രീക്ക് കഴിഞ്ഞ ചില നാളുകളായിട്ട്. ഇപ്പോൾ ബഹ്റിനിൽ പ്രോഗ്രാമിലായിരിക്കുന്ന രേണു സുധി ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ അത് രേണു സുധിയുടെ വീട്ടിലെത്തും എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇത് വെറുതെ ഒരു ഊഹാപോഹം പ്രചരിപ്പിക്കുന്നൊന്നും അല്ല കേട്ടോ. കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ രേഖകൾ ഫാദർ നോബിൾ ഫിലിപ്പ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. അതിന്റെ കോപ്പിയാണ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ ചില ഭാഗങ്ങൾ നിർഭാഗ്യവശാൽ ഹൈഡ് ചെയ്താണ് കാണിക്കുന്നത്. കാരണം വക്കീലിന്റെ പേര് മുതലായിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം പുറത്തുവിടുവാൻ കഴിയില്ല. ഈ ഒരു നടപടിയിലേക്ക് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം വലിച്ചിഴയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും തന്നെ അധികപ്പറ്റാവില്ല. കാരണം അത്രമാത്രം അവഹേളനാപരമായ സംസാരങ്ങളാണ് രേണു സുധിയും തൻ്റെ കൂട്ടുകാരിയായ സജീനയും ചേർന്ന് ആ മനുഷ്യനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മുൻപൊക്കെ ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു ചെറിയ ഉപകാരമെങ്കിലും ചെയ്താൽ എല്ലാ കാലത്തും നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കും. ഒരു ആവറേജ് മനുഷ്യൻ അങ്ങനെയാണ്. കാരണം അർഹതയില്ലാത്തത് എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ അത് ചെയ്ത വ്യക്തിക്ക് നമുക്ക് പകരം നൽകുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പിന്നെയുള്ളത് നന്ദി വാക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ബിഷപ്പ് നോബിൾ ഫിലിപ്പിന് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ആ മനുഷ്യൻ നന്മ ചെയ്തത് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യ ജീവിക്കല്ല, മൃഗം എന്ന് പോലും അവരെ വിശേഷിപ്പിക്കുവാൻ പറ്റില്ല. കാരണം ഒരു മൃഗത്തിന് പോലും ഏതെങ്കിലും തരത്തിൽ ഒരു നന്മ ആ ജീവിയോട് നമ്മൾ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഭാഷയിൽ അത് നന്ദി പ്രകടനം നടത്തിയിരിക്കും. എന്നാൽ ഇത് വളരെ അതിര് കടന്ന പ്രകടനങ്ങളായിപ്പോയി. ഒരു മനുഷ്യന്റെ ഒരായുസ്സിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഒരു സ്ഥലം വാങ്ങുക, അവിടെ ഒരു വീട് പണിയുക എന്നുള്ളത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ സിംഹഭാഗവും ഒരു പുരുഷായുസിൽ അയാൾ ചിലവഴിക്കുന്നത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ തന്നെയാവും. പ്രത്യേകിച്ച് ഈ കാലത്ത് 1 സെന്റ് ഭൂമിക്കും അതിലൊരു 500 സ്ക്വയർ ഫീറ്റ് എങ്കിലുമുള്ള ഒരു ചെറിയ വീടും പണിയണമെങ്കിൽ അതിന് ചിലവാക്കേണ്ടി വരുന്ന തുക എത്രയൊക്കെ ആകും എന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതാണ്. OLX പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 10,000-കണക്കിന് വീടുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിൽ പലതും കാലങ്ങളായി വിറ്റുപോകാതെ അവിടെ കിടക്കുകയാണ്. പല പ്ലാറ്റ്ഫോമുകളിലും ആവർത്തിച്ച് പരസ്യങ്ങൾ നൽകിയിട്ടും വാങ്ങുവാൻ ആളില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുകയാണ്. ഇത് വാങ്ങാൻ ആരുമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തേക്കാം എന്ന് അവരാരും ചിന്തിച്ചിട്ടില്ല. ഇത്രയും വീടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വീട് വാങ്ങുവാൻ പണമില്ലാത്തത് കൊണ്ട് വാടക വീടുകളിൽ കഴിയുന്ന എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ അന്തസത്ത എന്താണെന്ന്. വാടക വീടുകൾക്കുള്ളിൽ താമസിക്കുകയും വാടക കൊടുക്കുവാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന കണ്ടമാനം ജനങ്ങൾ അവരാഗ്രഹിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു 2 സെന്റ് ഭൂമിയെങ്കിലും ആരെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ അവിടെ ഒരു കൊച്ചു കൂര വെച്ചിട്ടാണെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് തലചായ്ക്കാമായിരുന്നുവെന്ന്. അങ്ങനെയുള്ള 10,000-കണക്കിന് ജനങ്ങൾ വഴിയാധാരമായി നടക്കുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ മനോഹരമായൊരു ഭൂമിയും അതിൽ നല്ലൊരു വീടും രേഷ്മ തങ്കച്ചനും കുടുംബത്തിനും ദാനമായി ലഭിച്ചു. അതെ, ഒരു സിംഗിൾ പെന്നി പോലും മുടക്കില്ലാതെ. അങ്ങനെയുള്ളൊരു സ്ഥലം, ആ വസ്തുവിന് നിങ്ങൾ നീ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അവിടെ 1 സെന്റ് വസ്തുവിന് ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞാലും ആ 10,000 രൂപയെങ്കിലും വിലയുള്ള 7 സെന്റ് സ്ഥലത്തിന് എന്ന് വെച്ചാൽ 70,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ സ്ഥലത്തിന് ലഭ്യമാകും. അങ്ങനെയുള്ളൊരു സ്ഥലം ഒരു വ്യക്തി നിങ്ങൾക്ക് സൗജന്യമായി നൽകുവാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതിന് എന്ത് കാരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങളാണ് ചൂണ്ടിക്കാട്ടേണ്ടത്. എന്തിന്റെ പേരിലാണ് ആ സ്ഥലം നിങ്ങൾക്ക് അദ്ദേഹം സൗജന്യമായി തരേണ്ടിയിരുന്നത്? രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടമാനം ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് മറുപടി പറയുക. എന്ത് കാരണത്താലാണ് നോബിൾ ഫിലിപ്പിനെ പോലെയുള്ള ഒരു വ്യക്തി ഈ സ്ഥലം അവർക്ക് ദാനമായി നൽകേണ്ടിയിരുന്നത്? അങ്ങനെ ഒരു വീടും സ്ഥലവും അവർക്ക് കൊടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും നന്മകൾ ഫാദർ നോബിൾ ഫിലിപ്പിന് ഇവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. കൊല്ലം സുധി എന്ന മരിച്ചുപോയ ഒരു കലാകാരനോട് അദ്ദേഹത്തിന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളോട് ഈ സമൂഹത്തിന് തോന്നിയ ദയ, മനസ്സലിവ്. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിശപ്പുള്ളവന് അപ്പം കൊടുക്കാതിരുന്നാൽ അവൻ ശാപത്തിന് വിധേയനായി മാറുമെന്ന്. സദൃശ്യവാക്യങ്ങൾ 22-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വചനമാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒത്തിരി വേദവാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വീടും സ്ഥലവും ഒക്കെ ഈ കുടുംബത്തിന് ദാനമായി നൽകുവാൻ വേണ്ടി ഒരു പുരോഹിതൻ തയ്യാറായി മുൻപോട്ട് വന്നത്. പക്ഷേ അങ്ങനെ ഒരു വലിയ കരുണ നിങ്ങളോട് കാണിച്ച ആ മനുഷ്യനോട്
നിങ്ങൾ ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി പരിഹസിക്കുകയും അപമാനിക്കുകയും വിഷപ്പാമ്പ് എന്നൊക്കെ വിളിച്ച് ആഘോഷിച്ച് കളിയാക്കുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ഒരു കൂട്ടം ആൾക്കാർ രേണുസുതിയുടെ ചുറ്റിലുമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരോടാണ് എൻ്റെ ചോദ്യം. രേണുസുതിയും കുടുംബവും വീണ് കിടന്നപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഒരു ഔദാര്യവും ചെയ്യുവാൻ തയ്യാറാകാതിരുന്നത്? അല്ല, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കൂടെ നിൽക്കുന്ന സജീനെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, രേണുസുതിയെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കിയിട്ട് പറയണം, കളഞ്ഞിട്ട് പുറത്തു വാ, ഞങ്ങൾ നിനക്ക് ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള സ്ഥലവും വീടും തരാം, നീ ഇട്ടിട്ടിറങ്ങ് എന്ന് പറയണമായിരുന്നു. ഇത്രയുമൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും സോഷ്യൽ മീഡിയ നിരന്തരമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടും രേണുസുതിയുടെ ആരാധകർക്കോ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലുമോ അങ്ങനെ ഒരു തോന്നൽ ഇതുവരെയും ഇത്രയും നാളിനുള്ളിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായില്ല? അല്ല, ഇനിയും നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവും ഒക്കെ 100% ആത്മാർത്ഥമായിരുന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. രേണുസുതിക്ക് ഇപ്പോൾ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു. ഇനിയിപ്പോൾ UK പോകാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ വലിയ കമ്പനിക്കാരും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുമൊക്കെ ആയിരിക്കും. അവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഈ ഒരു വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്തുകൂടെ? നിങ്ങൾ ആരെങ്കിലും രേണുസുതിക്ക് ഒരു മനോഹരമായ വീടും സ്ഥലവും കൊടുത്തിട്ട് അതിൽ കൂടി ഈ ഫാദർ നോബിൾ ഫിലിപ്പിന് ഒരു മറുപടി പറയാൻ ശ്രമിച്ചുകൂടെ? അത്രയും വിശാല ഹൃദയവും കരുണാർദ്രമായ മനസ്സുമുള്ളവരാരും ഈ കൂട്ടത്തിൽ ഇല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. കന്നു ചെന്നാൽ കന്നും കൂട്ടത്തിൽ എന്നൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ 4 തൊട്ടുള്ളവരാരെങ്കിലും അത്തരത്തിലൊരു സാഹസം ചെയ്ത് രേണുസുതിയോടൊരു കരുണ കാണിക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കും നന്നായിട്ടറിയാം 4 നാൾ കഴിയുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെയുള്ള അടി കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് ബോധമുള്ള ഒരാളും ഇത്തരത്തിലൊരു അബദ്ധം ഇനി കാണിക്കുവാൻ തയ്യാറാവില്ല. പിന്നെ ഒരു വിവാദ വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ മാക്സിമം കത്തിച്ചു നിർത്തുക, അതിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരുമുണ്ട്. രേണുസുതി ഒന്നും മനസ്സിലാക്കണം, ഈ സോഷ്യൽ മീഡിയ ഫെയിം ഒന്നും അധിക നാൾ നീണ്ടു നിൽക്കില്ല. ഒരു ദിവസം താഴെ വീഴും. ഇപ്പോൾ ഉരച്ചു തരാൻ ഒത്തിരി ആൾക്കാർ കൂടെ ഉണ്ടാവും, പക്ഷെ കുടിക്കുവാൻ രേണുസുതി ഒറ്റയ്ക്കേ കാണുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ദാനമായി കൊടുത്ത ആ സ്ഥലത്തിന്റെ ആധാരം ആ മനുഷ്യൻ റദ്ദ് ചെയ്യുവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം എൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. സാധാരണ ദാനം കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളാരും തിരികെ ചോദിക്കാറില്ലല്ലോ. പക്ഷേ ഫാദർ നോബിൾ ഫിലിപ്പ് ആ ഒരു കടുങ്കൈ ചെയ്യുവാൻ തയ്യാറാവുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഈ വിഷയം സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ആ മനുഷ്യൻ എന്നോട് ചില വാക്കുകൾ സംസാരിച്ചത്. സോഷ്യൽ മീഡിയ വഴി അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അവരെന്നെ അപമാനിച്ചു. ഞാൻ അവർക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വഴി നിരന്തരമായി അവരെന്നെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു വസ്തു രേണുസുതിക്ക് കൊടുക്കുന്നതിന് മുൻപ് പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്, ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്നും പകരമായി ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് ആ സ്നേഹമുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ മാത്രം മലയാളികളുള്ള സകല ഇടങ്ങളിലും ഞാനൊരു അപമാന കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ പോലും നിരന്തരം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. പാത്രം അറിഞ്ഞിട്ട് വേണം ഭിക്ഷ കൊടുക്കാനെന്ന് പറഞ്ഞ് അവരെന്നെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണ്. അതിന് തക്കവിധമുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് 7 സെന്റ് സ്ഥലം സൗജന്യമായി 2 കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അവിടെ അവർ പാർക്കുവാൻ കയറിയ സമയം മുതൽ കേൾക്കുവാൻ തുടങ്ങിയതാണ്. ഇനി എനിക്കിത് കേട്ടുകൊണ്ട് നിൽക്കുവാൻ കഴിയില്ല. സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു കഴിഞ്ഞു. പല തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഞാൻ കൊടുത്തു. അത് ഓരോന്നും കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്നെ അപമാനിക്കുകയും അപഹാസ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ആധാരം റദ്ദ് ചെയ്ത് വസ്തു തിരികെ എടുക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങൾ ഇനിയില്ല. പക്ഷെ ഞാനത് ദാനമായി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിലേക്ക് ഞാൻ ഒരിക്കലും അത് തിരിച്ചെഴുതിയെടുക്കില്ല. പകരം അത് ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് എഴുതി കൊടുക്കും. ഇതാണ് ഫാദർ നോബിൾ ഫിലിപ്പ് എന്നോട് പറഞ്ഞത്. മാത്രവുമല്ല, അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാനൊരു മിഷണറി ബിഷപ്പാണ്. ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിക്കണം എന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചത്. അതിനാൽ തന്നെ ഈ ഭൂമിയിൽ ദൈവം ദാനമായി നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി സാധുക്കളായ വ്യക്തികൾക്ക് സഹായമാകുന്ന തരത്തിൽ ദാനമായി തന്നെ നൽകണം എന്നൊരാഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സംഭവം ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുകയാണ്. ഇനി ഒരാൾക്ക് നന്മ ചെയ്യുവാൻ എനിക്ക് ഭയമാണ്. ഫാദർ നോബിൾ ഫിലിപ്പിൻ്റെ ഈ വാക്കുകൾ വളരെ ചിന്തനീയമാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ പലപ്പോഴും സമൂഹത്തിൽ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സഹായിച്ചിട്ടുള്ള ആൾക്കാർ പലരും എൻ്റെ ശത്രുക്കളായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞാൻ അതിൽ കൂടിയൊക്കെ ഒരു പാഠം പഠിച്ചു. ഇനിമേലിൽ ഒരു മനുഷ്യന് ഞാൻ നന്മ ചെയ്യില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു പുരോഹിതനെ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു.
എത്ര സങ്കടകരമായ, എത്ര ദാരുണമായ ഒരവസ്ഥയാണിത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന ഫാദർ നോബിൾ ഫിലിപ്പ്, അദ്ദേഹം നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പുരോഹിതന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. അവരൊക്കെ പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ജീവിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതല്ല, സഭയുടെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം സമൂഹത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ സഹായങ്ങൾ ചെയ്തു പോകുന്ന പല സഭകളും സംഘടനകളും പുരോഹിതന്മാരെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഈ മനുഷ്യൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൻ്റെ പൂർവികന്മാർ തനിക്ക് ദാനമായി കൊടുത്ത തൻ്റെ സമ്പാദ്യമാണ് നൽകുവാൻ തയ്യാറായത്. അതെ, ആരുടെയും കയ്യിൽ നിന്ന് ഒരു പിരിവും വാങ്ങി ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തല്ല ഇത്. പൗരോഹിത്യ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ഏറെ കാലഘട്ടം പല വിദേശ രാജ്യങ്ങളിലും ജീവിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ സ്വമേധാ ദാനങ്ങളും സ്തോത്ര കാഴ്ചകളും വാരിക്കൂട്ടി അതിൽ കൂടി സമ്പത്തുണ്ടാക്കി അവസാനം മനസാക്ഷിക്കുത്തില്ലാതിരിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തന് 4 സെന്റ് നക്കാപ്പിച്ച കൊടുത്തേക്കാം എന്ന് കരുതി ചെയ്ത പുണ്യപ്രവൃത്തി അല്ല. തൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ആസ്തിയാണ്, തൻ്റെ പിതാക്കന്മാർ തനിക്ക് നൽകിയ അവകാശമാണത്. അതുകൊണ്ട് തന്നെ അച്ഛന് കൂടുതൽ വേദനിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആർക്കും പരിഹസിക്കുവാനും പറ്റില്ല. ഭൂമി അദ്ദേഹം അളന്നു കൊടുത്തത് വേദനയോടെ ആയിരുന്നില്ല, സന്തോഷത്തോടു കൂടിയാണ്. ആ ഒരു പ്രവൃത്തിയിൽ കൂടി താൻ ചെയ്തത്, താൻ ഇത്രയും കാലം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ദൈവരാജ്യം താൻ ഈ ഭൂമിയിൽ കെട്ടി ഉയർത്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിനെയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്, അപമാനിച്ചത്. നിങ്ങളത് ചെയ്തോളൂ. 4 നേരം തിന്നിട്ട് എല്ലിനിടയിൽ കയറി കഴിയുമ്പോൾ കുത്തും എന്ന് പറയില്ലേ, അങ്ങനെ കുത്തിയപ്പോൾ ഇങ്ങനൊക്കെ വിളിച്ചു പറയണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ കുറഞ്ഞ പക്ഷം ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങി പുറത്തു വന്നിട്ട് 4 തെറി വിളിച്ചിരുന്നെങ്കിൽ അതിനകത്ത് പോലും ഒരന്തസ്സുണ്ടായിരുന്നു. പക്ഷേ സൗജന്യമായി കിട്ടിയ ആ ഭൂമിക്കകത്ത് മലർന്നു കിടന്നുകൊണ്ട് അത് തന്നവനെ തെറി വിളിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും അല്ല ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇനി ആരെങ്കിലും ആ മനുഷ്യന്റെ മുൻപിൽ ചെന്നിട്ട് തിരുമേനി എന്നെ ഒന്ന് സഹായിക്കണം, ഒരു നിവൃത്തിയുമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ, എൻ്റെ മുൻപിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് കെഞ്ചിയാൽ പോലും അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരില്ലേ? കാരണം ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ നല്ല ഒന്നാന്തരം പാഠം പഠിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും അറപ്പോടെ നോക്കി നിൽക്കും എന്ന് പഴഞ്ചൊല്ല് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഫാദർ നോബിൾ ഫിലിപ്പിന്റെ അവസ്ഥ. ഈ നന്മകളും ദാനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഘടകം അവരുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധമായ പുസ്തകമാണ് ബൈബിൾ. ആ ബൈബിളിലെ ചില വാക്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇങ്ങനെയുള്ള ചില പണികൾ കിട്ടിക്കഴിയുമ്പോൾ അതേ ബൈബിളിൽ തന്നെയുള്ള മറ്റു ചില വാക്യങ്ങൾ ഇനി അവരുടെ ഹൃദയത്തിലേക്ക് ഓടി വരുവാൻ തുടങ്ങും. അത്തരമൊരു വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലുണ്ട്. അവിടെ പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്നാണ്. ഇനി ഒരു പക്ഷേ അർഹതയുള്ളൊരു മനുഷ്യൻ പോലും അയാളുടെ മുൻപിലേക്ക് വന്ന് കൈനീട്ടിയാൽ ഇത്തരത്തിലുള്ള വാക്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. രേണുസുതിയുടെയും കുടുംബത്തിന്റെയും കണ്ണുനീർ കണ്ടപ്പോൾ പണ്ട് മനസ്സലിഞ്ഞ ആ മനുഷ്യൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ കണ്ണുനീരും വിശുദ്ധമല്ല, എല്ലാ അപേക്ഷകളും ആത്മാർത്ഥമായിട്ടുള്ളതല്ല എന്ന്. എന്തായാലും പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതി. അല്ല, പണി കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് രേണുസുതിക്കും കുടുംബത്തിനും പണി മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിൽ ഏറ്റവും വലിയ പങ്കാളിയായി മാറിയത് സജീന എന്ന വ്യക്തിയാണ്. സജീനയ്ക്ക് ഒരു നല്ല കയ്യടി തന്നെ നൽകണം. കാരണം സജീനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു രേണുസുതി എന്ന വ്യക്തിക്ക് യാതൊരു വെളിവും ബോധവും ഇല്ലാത്തയാളാണെന്ന്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് ചാടാൻ പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് രേണുസുതി ചാടും. ആ ഒരു അവസരത്തെ വളരെ ഭംഗിയായിട്ട് ഗംഭീരമായി സജീന മുതലാക്കി കയ്യിൽ കൊടുത്തു. അതുകൊണ്ടെന്താ, ഇപ്പോൾ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് രേണുസുതിക്കും മക്കൾക്കുമാണ്. സജീനയ്ക്ക് ഇവിടെ നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തൻ്റെ ചാനലിൽ രേണുസുതി മുഖേന ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് വന്നു. രേണുസുതിയെ നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തപ്പോഴേക്കും വീഡിയോകൾക്ക് റീച്ച് ഉണ്ടാകുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചേറെ റവന്യൂവും യൂട്യൂബിൽ നിന്നും സമ്പാദിക്കുവാൻ കഴിഞ്ഞു. സജീനയ്ക്ക് രേണുസുതിയോട് അല്പമെങ്കിലും ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടി ഒരു ക്യാമ്പയിൻ നടത്തുന്നത് നല്ലതായിരിക്കും. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം ഭാഗത്തെ ഏറ്റവും കണ്ണായിട്ടുള്ളൊരു സ്ഥലം വാങ്ങി അതിൽ മനോഹരമായൊരു വീട് പണിത് രേണുസുതിക്ക് കൊടുക്കുവാൻ വേണ്ടി. കാരണം ഫാദർ നോബിൾ ഫിലിപ്പിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുവാൻ കാരണമായി തീർന്ന വ്യക്തി അത് സജീന ഒറ്റയൊരുത്തിയാണ്. നിങ്ങൾ കൊടുത്ത ഇന്ധനമാണ് ഇത്തരത്തിലുള്ള നിറികെട്ട വർത്തമാനങ്ങൾ പറയുവാൻ വേണ്ടി രേണുസുതിയെ എല്ലായ്പ്പോഴും പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം. അതുകൊണ്ട് സജീനയും കൂട്ടാളികളും ചേർന്ന് രേണുസുതിയെയും കുടുംബത്തെയും പുനരധിവസിപ്പിക്കുവാൻ ഒരു നടപടിയെടുക്കണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന നിങ്ങൾ പരിഗണിക്കണം.